CPM-ന്റെ ഏത് പരിപാടിക്കും ആളെ കൂട്ടുന്നത് കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഒക്കെ പേടിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നവകേരള സദസ്സിനാണ് ആളെ കൂട്ടാനുള്ള ശ്രമം CPM നടത്തുന്നത്. അത്തരത്തിൽ തൊഴിലുറപ്പ് പണി നടക്കുന്ന സ്ഥലത്ത് വന്ന് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയ ഉദ്യോഗസ്ഥയ്ക്ക് വനിതാ മെമ്പർ കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഞാൻ വിളിച്ചതേ എന്റെ തൊഴിലുറപ്പ് സൈറ്റിൽ വന്ന് നിർബന്ധിച്ച് നിങ്ങളെ പാർട്ടി പരിപാടിക്ക് ആളിനെ വിളിച്ചോണ്ട് എന്റെ ഉദ്ദേശം എന്താണ്? എന്റെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും നിങ്ങളെ പാർട്ടി പരിപാടിക്ക് വരണില്ല. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ കഴിക്കാൻ പറ്റൂല. ഏസിന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് ബീനയുടെ വീട്ടിൽ നിന്ന് കേരള സർക്കാർ അല്ലല്ലോ തൊഴിലുറപ്പ് കൊടുക്കണ ആണ്. ആണെങ്കി പറ മറുപടി പറ. ബീന ശമ്പളം വാങ്ങിക്കണ ആരെ ശമ്പളം? അതൊന്നും എനിക്കറിയാൻ മേല. ബീന പഞ്ചായത്തിൽ ഇരുന്ന് ശമ്പളം വാങ്ങിക്കണത് ആരെ ശമ്പളം? എന്തോ ഞാൻ പറയണ്ട. ഇന്നലെ സെക്രട്ടറി ആയിരുന്നാലും ആരായിരുന്നാലും എനിക്കൊരു തണ്ടിനും പേടിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ വീഡിയോ പിടിച്ചങ്ങ് അയച്ചു കൊടുത്താലേ ഈ ഇവിടെ കേരളത്തിലെ തൊഴിലുറപ്പും കൂടെ നിർത്തും നിങ്ങൾ ഈ കണക്കിന് പോവേണമെങ്കിൽ. ഈ കേരളത്തിലെ ഞാൻ പറയട്ടെ ഒരു നിമിഷം പറഞ്ഞോട്ട്. ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ തെണ്ടുന്നു. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് മനസ്സിലാക്കണം. പൊതുജനം കഴുതയല്ലെന്ന്. പിണറായി അങ്ങേരെ കുറെ ഗുണ്ടാളും കൂടെ നാട് നീളെ തെണ്ടി നടക്കണേന് നമ്മളെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ വിടണോ? കുടുംബശ്രീ പെണ്ണുങ്ങളെ വിടണോ? എന്താ ഉറക്കം വരുന്നു? പാർട്ടിയിൽ അനുഭവമുള്ളവർ വരും. നമ്മളും പാർട്ടി പ്രവർത്തകരാണ്. നമ്മൾ പാർട്ടിക്ക് വേണ്ടി ആളിനെ ഇതേപോലെ ഭീഷണിപ്പെടുത്തിയൊന്നും കൊണ്ടുപോകണില്ല. ഉദ്യോഗസ്ഥരെയൊന്നും ഇറക്കി നിനക്കാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. അതുകൊണ്ട് മേലാൽ എന്റെ പാർട്ടി ഇറങ്ങി കളിക്കരുത്. വരണോരെ ലിസ്റ്റ് അയക്കാനേ പറഞ്ഞോളൂ. വരണില്ല. ഇവിടെ ആരും വരണില്ല. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.